നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൂടുതൽ കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്കാണ് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ വിമാനത്താവളങ്ങൾ നിശ്ചലമാകുകയും ചെയ്തു, വിസകൾ നിർത്തിവെക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ 2 ആഴ്ചത്തേക്ക് പൊതു അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഴുവൻ വിമാന സർവീസും അനിശ്ചിതകാലത്തേക്ക് നിർത്തലാക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞു. 29 വരെ നീണ്ടു നിൽക്കുന്ന പൊതു അവധി സ്വകാര്യ മേഖലയ്ക്കും ബാധകമായിരിക്കുമെന്ന് സർക്കാർ വക്താവ് താരിഖ് അൽ മുസ്രം അറിയിച്ചു. വ്യാഴം അർദ്ധരാത്രി 12 മുതലാണ് വിമാന സർവീസുകൾ നിർത്തലാക്കുന്നത്. പൊതു അവധിക്കാലത്ത് റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത്. പൊതുമേഖലയിൽ അത്യാവശ്യം പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളും സൗകര്യങ്ങളും സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം കൃത്യമായ മാർഗനിർദ്ദേശം പ്രഖ്യാപിക്കും. വ്യാഴം മുതൽ 29 വരെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതല്ലെന്ന് ബാങ്ക് അധികൃതരും അറിയിച്ചു. വിമാനത്താവളത്തിലേത് ഉൾപ്പെടെയുള്ള ബാങ്ക് ബ്രാഞ്ചുകൾക്ക് അവധിയും ബാധകമായിരിക്കും. ATM വഴിയും മൊബൈൽ അഥവാ വെബ്സൈറ്റ് ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾ തുടരുകയും ചെയ്യും. കുവൈറ്റിൽ COVID-19 സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 3 പേർ കൂടി രോഗമുക്തരായി എന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 5 ആയതായി ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹ് അറിയിച്ചു. അതേസമയം ഇറാനിൽ നിന്നും എത്തിച്ച് ഖൈറാൻ റിസോർട്ടിൽ നിരീക്ഷണത്തിലായിരുന്നവരെ 150 പേർക്ക് രോഗലക്ഷണമില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു. COVID-19 ഭീതി വർദ്ധിക്കുന്നതിനനുസരിച്ച് മുന്നൊരുക്കങ്ങളിലെ മുൻഗണനകൾക്ക് മാറ്റം വരുത്തേണ്ട അവസ്ഥയും നിലനിൽക്കുന്നു. വേനലിലേക്ക് നീങ്ങുകയാണ് രാജ്യം. അതോടൊപ്പം തന്നെ കോവിഡ് ഭീതി ഇതേപോലെ തുടർന്നാൽ വെള്ളം, വൈദ്യുതി മേഖലയിലെ ശീലങ്ങൾ മാറ്റേണ്ടി വരുമെന്ന ആലോചനയാണ് അധികൃതർ. വെള്ളവും വൈദ്യുതിയും ഉപയോഗിക്കുന്നതിൽ കഴിഞ്ഞ 2 വർഷമായി 3 മുതൽ 4% വരെയാണ് വർധന രേഖപ്പെടുത്തിയത്. അതിനു മുമ്പ് 8% വരെ ഉണ്ടായിരുന്ന വർധന കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെയാണ് കുറച്ചു കൊണ്ടുവന്നത് തന്നെ. എന്നാൽ ഇത്തവണ സ്ഥിതി മാറുമെന്ന നിഗമനത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് അധികൃതർ. വേനൽ തുടങ്ങുന്നതോടെ സ്വദേശികളും പരമാവധി വിദേശികളും കുവൈറ്റിൽ ഉണ്ടാകാറില്ല. ഇഷ്ടയിടങ്ങൾ തേടി സ്വദേശികളും സ്വദേശങ്ങളിലേക്ക് വിദേശികളും യാത്രയാകുന്ന നാളുകളാണ് വേനൽക്കാലം. കോവിഡ് ഭീതി പരന്നതോടെ സ്വദേശികളും വിദേശികളും ഇതിനോടകം തന്നെ യാത്രാ പരിപാടികൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് സാന്നിധ്യമുണ്ട് എന്നതിനാൽ എങ്ങോട്ടും പോകേണ്ടതില്ലെന്നാണ് ഭൂരിപക്ഷത്തിന്റെ തീരുമാനം. പതിവിന് വിപരീതമായ വേനൽക്കാലത്ത് സ്വദേശികളുടെയും വിദേശികളുടെ സാന്നിധ്യം കൂടുതലായിരിക്കുമെന്നത് വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നത് തീർച്ച തന്നെ. രാജ്യത്തെ വൈദ്യുതി ഉൽപാദന ശേഷി 19,000 മെഗാവാട്ടാണ്. കഴിഞ്ഞ വേനലിൽ 14,700 മെഗാവാട്ട് വരെ ഉപയോഗിച്ച ദിവസവുമുണ്ട്. ആ അവസ്ഥയിലായിരിക്കില്ല ഇത്തവണ എന്നതും ഉറപ്പാണ്. വിതരണ സംവിധാനത്തിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ലെങ്കിൽ ആശങ്കയ്ക്ക് വകയില്ലെങ്കിലും മുൻകരുതലുകൾ ശക്തമായിരിക്കണമെന്ന ചിന്ത അധികൃതരിൽ ശക്തമായി ഉണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.